ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഫേമസ് ആയിട്ടുള്ള 3 ആൾക്കാരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹെലൻ കെല്ലറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം ഹെലൻ കെല്ലർ ആരാണെന്നും ഈ ഫോട്ടോസിൽ കാണിച്ചിരിക്കുന്ന 3 പേര് ആരാണെന്നും നമ്മൾ അറിയണം. സോ ഹെലൻ കെല്ലർ അടക്കം ഈ 4 പേരെക്കുറിച്ച്, സ്റ്റീഫൻ വില്യം ഹോക്കിൻസ്, അരുണിമ സിൻഹ, അതുപോലെ രവീന്ദ്ര ജെയിൻ, ഈ 4 പേരെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇവരാരാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. നൗ റീഡ് ആൻ എക്സെപ്റ്റ് ഫ്രം ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. സോ ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മകഥ, മാറിപ്പോകരുത്. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സ്റ്റോറിയുടെ പേരെന്താണ്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അത് തന്നെയാണ് ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥയുടെയും ഓട്ടോബയോഗ്രഫിയുടെയും പേര് കേട്ടോ. സോ നമുക്ക് സ്റ്റോറി നോക്കാം. ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വാസ് സിമ്പിൾ ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്. എന്താ പറയുന്നത്? ദ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം, ആരംഭം എന്നൊക്കെയുള്ളതാണ്. ബിഗിനിങ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. ലൈഫിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അതെന്താണ്? കുട്ടിക്കാലമാണല്ലേ, നമ്മളുടെ എന്താണ് ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലം. സോ ബിഗിനിങ് ഓഫ് മൈ ലൈഫ്, അവളുടെ ജീവിതത്തിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് വാസ് സിമ്പിൾ ആയിരുന്നു. അതുപോലെ എന്താണ്? കളർഫുള്ളാണ്. നമ്മളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെറുതായിരിക്കുന്ന ആ ഒരു പ്രായമാണ് അല്ലേ. സോ അവളുടെ ലൈഫും ആ ഒരു കാലം അടിപൊളി തന്നെയായിരുന്നു എന്ന് പറയാണ്. ആൻഡ് മച്ച് ലൈക്ക് എവറി അതർ ലിറ്റിൽ ലൈഫ്, അതായത് ബാക്കിയുള്ള എല്ലാ എന്താണ് ചെറിയ കുട്ടികളെ പോലെയും അവളുടെ എന്താണ് കുട്ടിക്കാലവും സൂപ്പറായിരുന്നു എന്ന് പറയണം. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറയില്ലേ, അതാണ്. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് ആസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ആദ്യമായിട്ടൊരു കുട്ടി ജനിക്കുമ്പോൾ ആ ഒരു കുട്ടീനോടൊരു പ്രത്യേക വാത്സല്യമായിരിക്കും ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അല്ലേ. സോ അതേപോലെ തന്നെ എന്താണ് ഈ നമ്മളുടെ ഹെലൻ കെല്ലറും അവളുടെ ഫാമിലിയിലെ ആദ്യത്തെ ബേബി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള എല്ലാവർക്കും അവളോടൊരു എന്താണ് പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വന്നു, കണ്ടു, കീഴടക്കി, അതായത് ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ മൊത്തം പെറ്റായി മാറി അവൾ. ഓക്കെ. There was a usual amount of discussion on a name for me. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് പേരിടണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവില്ലേ. അതേപോലെ തന്നെ ഇവിടെയും ഹെലൻ കെല്ലറിൻ്റെ പേരിടുന്ന കാര്യത്തിലും there was a usual amount of discussion. ആ ഒരു ഡിസ്കഷൻ നടന്നു on a name for me, അവൾക്ക് വേണ്ടിയിട്ടുള്ള പേരിടുന്ന കാര്യത്തിൽ. The first baby in the family was not to be lightly named. പറയുന്നത് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി, അപ്പോൾ ആദ്യത്തെ കുട്ടിയാണ് ആ ഒരു ഫാമിലിയിൽ. അപ്പോൾ അവൾക്ക് എന്താണ് ലൈറ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പേര് ഇടാൻ പറ്റില്ല. ഓക്കെ. എവ്രി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. അപ്പോൾ എംഫാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊന്നി പറയുക, ഉറപ്പിച്ച് പറയുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പം എന്താണ് എവ്രി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും എന്താണ് ഉറപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ പേര് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള പേര് ആദ്യമായിട്ടുണ്ടായ കുട്ടിക്ക് ഇട്ടാൽ പോരാ എന്നുള്ള കാര്യത്തിൽ. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അതായത് അവളുടെ അച്ഛൻ സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശിച്ചു ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ അവളുടെ അച്ഛൻ നിർദ്ദേശിച്ച പേരാണ് മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ളത്. ഷി വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റർ. ആ ഒരു പേര് ആരുടേതാണെന്ന് വെച്ചാൽ ഷി വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ്
ആൻസിസ്റ്റർ. എസ്റ്റീംഡ് മീൻസ് ഇവിടെ റെസ്പെക്റ്റഡ് എന്നുള്ളതാണ്, ആദരണീയനായ അല്ലെ ആദരണീയയായ എന്നുള്ള മീനിങ് ആണ്. ആൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവികർ, അതായത് നമ്മൾക്ക് മുന്നേ ജനിച്ച് ജീവിച്ച് മരിച്ചവരെ, അവരെയാണ് നമ്മളുടെ പൂർവികർ എന്ന് പറയാം, ആൻസിസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പം ഇവരുടെ ആൻസിസ്റ്റേഴ്സിൽ എന്താണ് ഏറ്റവും ബഹുമാന്യയായ അല്ലെങ്കിൽ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡീൻ്റെ പേരാണ് മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ളത്. സോ അതാണ് ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ അവൾക്ക് വേണ്ടി ഇടാൻ നിർദ്ദേശിച്ച പേര്. But in the excitement of carrying me to church, my father forgot the name on the way. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവേശം, ആ ഒരു ത്രില്ല്, അതായത് ഈ ഒരു കുട്ടിക്ക് ഹെലൻ കെല്ലറിന് പേരിടാനുള്ള ആ ഒരു ആവേശത്തിൽ എന്താണ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചേർച്ച്. അപ്പോൾ ഇവളെ ചർച്ചിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പേരിടൽ ചടങ്ങിന് വേണ്ടി. അപ്പോൾ ആ ഒരു സമയത്ത് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. അപ്പോൾ ഇവർ അങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഫാദർ എന്ത് ചെയ്യാണ്, ഇവൾക്ക് ഇടാൻ വെച്ചിരുന്ന മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് പറയുന്ന പേര് മറന്നു പോവാണ്. ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ മറക്കുക കേട്ടോ. വെൻ ദ ചേർച്ച് മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ്, അതായത് ചേർച്ച് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീസ്റ്റ്, പള്ളിയിലച്ചൻ എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിലച്ചൻ ആ ഒരു പേര് എന്താണെന്ന് ചോദിച്ചു. ഹീ ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ പറഞ്ഞ പേരെന്താണ്? ഹീ ഗേവ് ദ നെയിം ഹെലൻ ആഡംസ്. ഹെലൻ ആഡംസ് എന്നാണ് അവളുടെ അച്ഛൻ അപ്പോൾ ആ ഒരു ചേർച്ചിൽ വെച്ചിട്ട് പേര് പറയുന്നത്. ഐ ഷോഡ് മെനി സൈൻസ് ഓഫ് എൻ ഈഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ വെൻ ഐ വാസ് സ്റ്റിൽ എ ബേബി. ഐ ഷോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു, മെനി സൈൻസ് ഓഫ് എൻ ഈഗർ. ഈഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാംക്ഷ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര, അതറിയാനുള്ള ഒരു ആകാംക്ഷ ഹെലൻ കെല്ലറിൽ ബേബി ആയിരുന്ന സമയത്തേ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം ഉണ്ടായിരുന്നു. സ്വന്തം കാര്യങ്ങളായാലും സ്വന്തം ആഗ്രഹങ്ങളായാലും അതിലൊക്കെ ഉറച്ചു നിന്ന് എന്താണ് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അതുള്ള കുട്ടിയായിരുന്നു. ഡിസ്പോസിഷൻ മീൻസ് ക്യാരക്ടറാണ്, സ്വഭാവം. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. വെൻ ഐ വാസ് സ്റ്റിൽ എ ബേബി, ഞാൻ ചെറുപ്പകാലത്തിലേ അങ്ങനെ ആയിരുന്നു എന്ന് ഹെലൻ കെല്ലർ പറയാണ്. I insisted upon imitating everything that I saw other people doing. അതായത് ഇമിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്, മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾ കാണുന്നത് അവൾ എന്ത് ചെയ്യുമായിരുന്നു? ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു, അനുകരിക്കുമായിരുന്നു എന്ന് പറയാണ്. അറ്റ് 6 months I could pipe out how day. അപ്പം അവൾക്ക് 6 മാസം പ്രായമായപ്പോൾ, ജനിച്ച് 6 മാസം പ്രായമായ സമയത്ത് ഐ കുഡ് പൈപ്പ് ഔട്ട്. പൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുക, സേ എന്നുള്ള മീനിങ് ആണ്. ഹൗ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കില്ലേ, അതാണ്. അപ്പോൾ 6 മാസം ആയാലും ഒരു കുട്ടി സംസാരിക്കാനുള്ള പ്രായം എത്തിയിട്ടില്ല, സംസാരിക്കാൻ ചെറുതായിട്ടൊക്കെ തുടങ്ങാൻ പോലും ഉള്ള പ്രായം 6 മാസം എന്ന് പറയുന്ന ഒരു കാലത്ത് ആവില്ല. പക്ഷേ ഹെലൻ കെല്ലറിനെ സംബന്ധിച്ച് അവൾ എന്താണ് സംസാരിച്ചു തുടങ്ങിയിരുന്നു വളരെ നേരത്തെ തന്നെ. വൺ ഡേ ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടി 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 ക്വൈറ്റ് പ്ലെയിൻലി. അപ്പോൾ വൺ ഡേ ഒരു ദിവസം ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അട്രാക്റ്റഡ് മീൻസ് ആകർഷിക്കുക. എവ്രി വൺസ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ എന്താണ് അവളിലേക്ക് അട്രാക്റ്റ് ചെയ്തിരുന്നു, ആകർഷിച്ചിരുന്നു. എപ്പോൾ? ബൈ സേയിങ് ടി 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 എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ആ ഒരു അട്രാക്ഷൻ അവളിലേക്ക് എത്തിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും ചെറിയ കുട്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും, ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ഭുതമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇവളെ ശ്രദ്ധിച്ചത്. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് I remembered one of the word I had learned in these early months. അപ്പോൾ ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം. അപ്പോൾ അവൾക്ക് അസുഖം ഉണ്ടായതിന് ശേഷം ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അതായത് ഐ റിമെമ്പേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അവൾ ഓർമ്മിച്ചു. വൺ ഓഫ് ദ വേർഡ്സ് അവൾ പഠിച്ചതിൽ വെച്ചിട്ട് ഒരു വേർഡ് അവൾ ഓർത്തു. ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അവളുടെ ആ ഒരു ചെറുപ്പകാലത്ത് അവൾ പഠിച്ചിരുന്ന ആ വേർഡ്സ്, അവൾക്ക് അസുഖം വരുന്നതിന് മുന്നേ
മുന്നേ ഉള്ള പഠിച്ചിട്ടുള്ള ആ വേർഡ്സ് അവൾ ഓർക്കാണ്. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. ആ വേർഡ് എന്താണ്? വാട്ടർ എന്നുള്ള വേർഡാണ്. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. അപ്പോൾ എന്താണ്, അവൾ കണ്ടിന്യൂ ചെയ്യണം, അവൾ വീണ്ടും ശ്രമിക്കുകയാണ്. ടു മേക്ക് സം സൗണ്ട്സ്, വീണ്ടും എന്താണ് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ. ഫോർ ദാറ്റ് വേർഡ്, ആ ഒരു വേർഡ് എന്താണ് പറയാൻ വേണ്ടി അവൾ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്, അവളുടെ എന്താണ് സംസാര ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന് ശേഷവും അവൾ ആ ഒരു വേർഡ് പറയാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ വാ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. അപ്പോൾ അവൾ എന്താണ് സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട്, അവൾ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് നിർത്തുകയാണ്. ഏത് സൗണ്ട്? വാ വാ എന്നുള്ള ആ ഒരു സൗണ്ട്. ഓൺലി വെൻ, എപ്പോഴാണ് നിർത്തിയത്? ഐ ലേൺഡ് ടു സ്പെൽ ദ വേർഡ്, ആ വേർഡ് എങ്ങനെയാണ് സ്പെൽ ചെയ്യുക, എങ്ങനെയാണ് പറയുക എന്ന് പഠിച്ചതിന് ശേഷം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദേ ടെൽ മീ ഐ വോക്ക് ദ ഡേ ഐ വാസ് എ ഇയർ ഓൾഡ്. അപ്പം അതായത് ഇവളുടെ ചുറ്റുമുള്ള ഒരാളുടെ അമ്മയും എന്താണ് അവളുടെ ഫാമിലി ടെൽ മീ അവളോട് പറഞ്ഞു, ഐ വോക്ക് ദ ഡേ ഐ വാസ് ഇയർ ഓൾഡ്. അവൾക്ക് ഒരു വയസ്സായ ആ ദിവസം തന്നെയാണ് അവൾ എന്ത് ചെയ്തത്? നടന്നത് എന്ന് പറഞ്ഞു. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹർ ലാപ്പ്. അപ്പം അവളുടെ അമ്മ, മൈ മദർ, അതായത് ഹെലൻ കെല്ലറിൻ്റെ അമ്മ, ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ്. ബാത്ത് ടബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് കുളിക്കുന്ന ഒരു സംഭവം, അതാണ് ബാത്ത് ടബ് എന്ന് പറയുക. ബാത്റൂമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബാത്ത് ടബിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് ജസ്റ്റ് ടേക്ക് മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ്. അപ്പോൾ അവളുടെ അമ്മ ആ ഒരു ബാത്ത് ടബിൻ്റെ ഉള്ളിൽ നിന്ന് അവളെ പുറത്തേക്ക് എടുത്തു. ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹർ ലാപ്പ്. ലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിത്തട്ട്. അപ്പം അവളുടെ അമ്മ അവളെങ്ങനെ മടിത്തട്ടിൽ വെച്ചു, അവളെങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. എന്താ പറയുന്നത്? ഐ വാസ് സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ്. അട്രാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെട്ടു. എന്തിലാണ് ആകർഷിക്കപ്പെട്ടത്? ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ, ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നിഴൽ. ഫ്ലിക്കറിങ് എന്ന് പറഞ്ഞാൽ മിന്നി മറയുന്നതിനാണ് ഫ്ലിക്കറിങ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു മരത്തിൻ്റെ ഇലകളുടെ ഷാഡോസ് ഇങ്ങനെ മിന്നി മറയുന്നത് എന്താണ്? പെട്ടെന്ന് അവൾ അട്രാക്റ്റ് ചെയ്തു. എന്നിട്ടോ ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. അതായത് അത് ആ ഒരു സൺലൈറ്റിൽ എന്താണ് അവളുടെ വീടിൻ്റെ സ്മൂത്തായിട്ടുള്ള ആ ഒരു ഫ്ലോറിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. അപ്പോൾ അവളുടെ അമ്മയുടെ മടിയിൽ നിന്ന് സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ്, മടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം, എന്നിട്ട് ഓടി ആ ഒരു ഷാഡോസ് കാണുന്ന സ്ഥലത്തേക്ക് പോയി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആവേശം, അത് ക്വിക്ക്ലി ഗോൺ, പെട്ടെന്ന് തന്നെ പോയി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ആൻഡ് ഇൻ ഹർ ആംസ്. അപ്പോൾ ഡൗൺ ആൻഡ് ക്രൈഡ്, അപ്പം അവൾ വീണു, എന്നിട്ട് അവൾ കരയുകയാണ്. എന്തിനാണ്? ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. അതായത് അമ്മ അവളെടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കരഞ്ഞു എന്ന് പറയാണ്. പേജ് നമ്പർ 53 നോക്കാം. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. അതായത് ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങൾ എന്താണ്? ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്, ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year, ഏകദേശം ഒരു വർഷം. വൺ ബ്രീഫ് സ്പ്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തകാലം, ഒരു ചെറിയ വസന്തകാലം. വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലോഡിയസ് സോങ്സ്. റോബിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുടെ പേരല്ല, ഒരു ബേർഡിൻ്റെ പേരാണ് കേട്ടോ. റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ്, ഒരു മോക്കിംഗ് ബേർഡും റോബിനും. സാങ് ദെയർ മെലോഡിയസ് സോങ്സ്, അവരുടെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടി എന്ന് പറയുകയാണ്. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പം സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലം അല്ലേ? അപ്പോൾ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ റോസസ് മീൻസ് ഇവിടെ റോസസ് മാത്രമല്ല ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ
സമ്മറിലുള്ള ആ ഒരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ആൻ ഓട്ടം, AUTUM എന്നാണ് സ്പെല്ലിംഗ്, പക്ഷേ ഓട്ടം എന്ന് വായിക്കരുത്, പ്രൊനൗൺസിയേഷൻ ഓട്ടം എന്നുള്ളതാണ് കേട്ടോ. ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന ആ ഒരു സീസണിനാണ് നമ്മൾ ഓട്ടം എന്ന് പറയുന്നത്. ആൻ ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ്. അപ്പോൾ അതിൽ ആ ഒരു ഓട്ടം ടൈമിൽ ഗോൾഡൻ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, അതേപോലെ ഷെഡിങ് ലീവ്സ്, അതായത് ഇല പൊഴിയുന്ന മരങ്ങളുള്ള ആ ഒരു ടൈം അതും അവൾക്ക് കാണാൻ പറ്റി. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. അത് സംഭവിച്ചത് ഫെബ്രുവരിയിലാണ്. എന്താണ് സംഭവിച്ചത് നോക്കാം. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. വിൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുകാലമാണ്. നമുക്കിവിടെ ഉള്ള പോലെയല്ല, പുറത്ത് മഞ്ഞുകാലം കുറച്ച് എന്താണ് പ്രോബ്ലംസ് ഉള്ള ഒരു സീസണാണ്. ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീസൺ തന്നെയാണ്. കാരണം അതിയായിട്ട് മഞ്ഞ് പെയ്യുന്ന സമയമായിരിക്കും. അപ്പം എന്താണ് നമ്മളുടെ ലൈഫിലെ ക്ലൈമറ്റും സിറ്റുവേഷൻസൊക്കെ പാടെ മാറും. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സീസണാണ് വിൻ്റർ എന്ന് പറയുന്നത് പുറത്തുള്ള രാജ്യങ്ങളിൽ കേട്ടോ. സോ ആ ഒരു ടൈമിൽ, ഈ ഒരു സീസൺ ടൈമിൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി. അപ്പോൾ ഫെബ്രുവരിയിലാണ് കേട്ടോ അത് സംഭവിക്കുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ എന്നാണ് പറയുന്നത്. അപ്പം മഞ്ഞുകാലത്തിൻ്റെ ഒരു പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ്. എന്ന് സംഭവിച്ചത് നോക്കാം. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അപ്പോൾ അവൾക്കൊരു ഇൽനെസ്, ഒരു അസുഖം വന്നു. വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അവളുടെ കണ്ണുകളും എന്താണ് അവളുടെ കാതുകളും എന്നേക്കുമായിട്ട് ക്ലോസ്ഡ്, അടച്ചു എന്നാണ് പറയുന്നത്. അതായത് അവൾക്ക് എന്താണ് കണ്ണ് കാണാനോ ചെവി കേൾക്കാനോ ഒരിക്കലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു ഇൽനെസ് അവളെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇപ്പോൾ അവളെന്താണ്, അവൾക്ക് കണ്ണ് കാണാനും കഴിയില്ല, ചെവി കേൾക്കാനും പറ്റില്ല. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് അലൈവ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചത് അവൾ ജീവിച്ചിരിക്കുക കൂടി ഇല്ല, അവൾ മരിച്ചു പോകും എന്നുള്ളതാണ്. ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഏർലി മോർണിംഗിൽ എന്ത് സംഭവിച്ചു, ദ ഫീവർ ലെഫ്റ്റ് മീ. അവൾക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനി എന്തായി മാറി. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. അപ്പോൾ റിജോയ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ള മീനിങ് ആണ്. അപ്പം ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. ആ ഒരു ഫാമിലിയിൽ ആ ഒരു ദിവസം രാവിലെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു എന്ന് പറയുകയാണ്. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ, ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. അപ്പോൾ അവിടെ ഒരു ട്രാജഡി കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഹാപ്പി ആയിരുന്നെങ്കിൽ കൂടി, അതായത് നോ വൺ, ആർക്കും അറിയില്ല, നോട്ട് ഈവൻ ദ ഡോക്ടർ, ഡോക്ടർക്ക് പോലും അറിയില്ല എന്ത്, ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. അവൾക്കിനി ഒരിക്കലും കണ്ണ് കാണാനോ ചെവി കേൾക്കാനോ പറ്റില്ല എന്നുള്ള കാര്യം അവളുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമല്ല, ഈവൻ ആ ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ഫാൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐ വിഷ് അല്ലെങ്കിൽ എന്താണ് സങ്കല്പം. അപ്പം അവളുടെ ഒരു സങ്കല്പത്തിൽ ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ആ ഒരു അസുഖത്തിനെ കുറിച്ചിട്ടുള്ള അവളുടെ മെമ്മറീസ്, ഓർമ്മകൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതിന് എന്നാണ് പറയുന്നത്. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. അതായത് വേക്കിംഗ് ഹവേഴ്സ് മീൻസ് ഇവിടെ അവൾ ഉണർന്നിരിക്കുന്ന സമയം, അവൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് എന്താണ്, മൈ മദർ ട്രൈ ടു സൂത്ത് മീ. സൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക, അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അവളുടെ അമ്മ. ദ ടെൻഡർനെസ് മീൻസ് ആ ഒരു മൃദുലത, ആർദ്രത എന്നൊക്കെ പറയും, ആ ഒരു കാര്യം അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ ഒരു കാര്യം അവൾ ഓർക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. I also remember the pain and confusion with which I woke up after a disturbed sleep. Disturbed sleep എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ആ ഒരു എന്താണ് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിന് ശേഷം ഐ വോക്ക് അപ്പ് ആഫ്റ്റർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അപ്പോൾ അങ്ങനെ എന്താണ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ലീപ്പിന് ശേഷം അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് എന്താണ് അവൾ ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ. ആ ഒരു വേദനയും കൺഫ്യൂഷനും ഒക്കെ എന്താണ് അതും അവൾ ഓർത്തിരുന്നു എന്ന് പറയുകയാണ്. ഓക്കെ.
ടേൺഡ് മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്. അപ്പോൾ ഐ ടേൺഡ് മൈ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൾ തിരിച്ചു. എവേ ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്, അവൾ ഒരിക്കൽ ഇഷ്ടപ്പെട്ടിരുന്ന ലവ്ഡ് ലൈറ്റ്, ഇഷ്ടപ്പെട്ടിരുന്ന പ്രകാശത്തിൽ നിന്ന് അവളുടെ കണ്ണുകൾ തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല എന്നുള്ള മീനിങ് ആണ്. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് fleeting memories it all seems very unreal like a nightmare. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്ലീറ്റിംഗ് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കുതിച്ചു പായുന്ന എന്നൊക്കെയുള്ള മീനിങ് ആണ്. മെമ്മറീസ് അങ്ങനെയുള്ള ഓർമ്മകൾ എന്താണ്, ഇറ്റ് ഓൾ സീംസ് വെരി അൺറിയൽ, എല്ലാം എന്താണ് അൺറിയൽ ആയിട്ട് ശരിക്കും നടന്ന കാര്യങ്ങളല്ലാത്ത പോലെയാണ് തോന്നുന്നത് അവൾക്ക്. അതായത് അവളുടെ മെമ്മറീസ്, അവളുടെ പണ്ട് കാലത്തുള്ള ഓർമ്മകൾ ഒഴിച്ചാൽ എന്താണ് ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് അൺറിയൽ ആയിട്ടാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ലൈക്ക് എ നൈറ്റ് മെയർ, ഒരു ദുസ്വപ്നം പോലെ. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. സോ ഗ്രാജുവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്രമത്തിൽ പോകെ ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. അപ്പോൾ ആ ഒരു സൈലൻസ്, അവൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് സൈലൻസ് ആണ് എപ്പോഴും ഫീൽ ചെയ്യുക. ആൻഡ് ഡാർക്ക്നെസ്, കണ്ണ് കാണാൻ കഴിയാത്തതുകൊണ്ട് അവൾക്ക് മുന്നിലുള്ള എന്താണ്, ആകെ ഡാർക്ക്നെസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈലൻസും ഡാർക്ക്നെസ്സും ദാറ്റ് സറൗണ്ടഡ് മീ, അവൾക്ക് ചുറ്റുമുള്ള ആ ഒരു സൈലൻസും ഡാർക്ക്നെസ്സുമായിട്ട് അവൾ എന്താണ് യോജിച്ച് പോവുകയാണ്. പോകെ അവളത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാണ്. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. ഫോർഗോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു, കംപ്ലീറ്റ്ലി മീൻസ് പൂർണ്ണമായും. അപ്പോൾ അവൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്, അതായത് ഇപ്പോൾ ഉള്ള ഒരു കാലം എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അതായത് അവൾക്ക് എന്താണ് ആ ഒരു അസുഖം വരുന്നതിന് മുന്നേ ഉള്ള കാലവും അതിന് ശേഷമുള്ള കാലവും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് എന്ന് പറയുകയാണ്. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അപ്പോൾ ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ്, എൻ്റെ ടീച്ചർ, അവൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറാണ് ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ്, എല്ലാം മാറ്റിമറിച്ചത്. ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. സ്പിരിറ്റ് ഫ്രീ മീൻസ് എന്താണ്, അവളിപ്പം അവൾക്ക് കണ്ണും കാണില്ല ചെവിയും കേൾക്കില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുറത്ത് നടക്കുന്നത് എന്താ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ആരുമായിട്ടും അവൾക്ക് എന്താണ് മിങ്കിൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു ക്യാരക്ടർ എന്താണ് ബിൽഡ് ചെയ്ത് വരാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പം ആ ഒരു സമയത്താണ് ഇവളുടെ ടീച്ചർ ഒരു ദേവദൂതനെ പോലെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടീച്ചറാണ് ഇവളെ എന്ത് ചെയ്തത്, അങ്ങനെ മാറ്റിയെടുത്തിട്ടുള്ളത്. അവളുടെ എന്താണ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ മീൻസ് എന്താണ്, അവളുടെ ആ ഒരു കെയോസിൽ നിന്ന്, അവളുടെ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് അവളെ രക്ഷിച്ചത് അവളുടെ ടീച്ചറാണ്. സോ അപ്പോൾ ആ ഒരു ടീച്ചറാണ് എല്ലാം മാറ്റിമറിച്ചത്. അവളുടെ ലൈഫിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നത് ആ ടീച്ചറാണ്. ആണോ ചെവി കേൾക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗൈഡൻസ് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഗൈഡൻസ് അവളുടെ ടീച്ചറിൽ നിന്ന് അവൾക്ക് കിട്ടുകയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അവളുടെ ക്യാരക്ടറൊക്കെ എന്താണ് നല്ല പോലെ ബിൽഡ് ചെയ്യുകയും അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും, ബ്രെയിലി എന്ന് പറയുന്ന ഒരു ലിപി ഉണ്ട്, അതായത് ഈ കണ്ണ് കാണുകയും ചെവി കേൾക്കുകയൊന്നും പറ്റാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ലിപിയാണ്. അതിലിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അവർ ഭാഷയൊക്കെ മനസ്സിലാക്കുകയും എന്താണ് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് വായിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് അവളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അവളെന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ അവൾക്ക് പഠിക്കാനുള്ള ഒരു സോഴ്സും അതിനുള്ള മാർഗവും ഒക്കെ ആ ടീച്ചറാണ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. സോ അവളുടെ സ്പിരിറ്റിനെ ഫ്രീ ആക്കി വിട്ടു മീൻസ് എന്താണ്, അവളുടെ ആ ഒരു കെയോസിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ അവളെ രക്ഷിച്ചു എന്നുള്ള മീനിങ് ആണ്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ ആദ്യത്തെ ആ ഒരു എന്താണ് 19 മാസം എന്ന് പറയുന്നത് അവളുടെ ലൈഫിൽ എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, ലൂമിനസ് സ്കൈ ആൻഡ് ട്രീ ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് മീൻസ് എന്താണ് അല്പദർശനം, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രം കാണാൻ പറ്റി എന്നുള്ളതാണ്. ഐ ഹാഡ് കോട്ട് മീൻസ് എനിക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തൊക്കെ, ഓഫ് ബ്രോഡ് മീൻസ് വിശാലമായ, ഗ്രീൻ ഫീൽഡ്സ് അതായത് എന്താണ് നല്ല
പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങൾ, അതുപോലെ ലൂമിനസ് സ്കൈ, അതായത് നല്ല തിളക്കമുള്ള ആകാശം, പിന്നെ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, മരങ്ങളും ഫ്ലവേഴ്സ്, പൂക്കളൊക്കെ എനിക്ക് എന്താണ് കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയുള്ളൂ, അതായത് ലൈഫിൻ്റെ ആ ഒരു തുടക്കത്തിൽ കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറയാണ്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് വോളി ബ്ലോട്ട് ദം ഔട്ട്. ബ്ലോട്ട് ദം ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപ്പ് ഔട്ട്, അതായത് തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ്, അപ്പം അവളെ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാർക്ക്നെസ് കുഡ് നോട്ട് വോളി ബ്ലോട്ട് ദം ഔട്ട്, അതായത് പൂർണ്ണമായിട്ടും അവളുടെ മെമ്മറീസിനെ അവൾ കണ്ടിട്ടുണ്ടല്ലോ, അവളുടെ ജനിച്ച ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ അവൾ കണ്ടിട്ടുണ്ട് മലകളും പൂക്കളും കായ്കളും എല്ലാം അവൾ കണ്ടിട്ടുണ്ട്. സോ അവളുടെ മെമ്മറീസിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു ഡാർക്ക്നെസ്സിന്, ഇപ്പോൾ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു ഡാർക്ക്നെസ്സിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, അവളുടെ ഉള്ളിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നത്, നമുക്കിപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം, എങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.